ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി. ഒന്ന് തട്ടി ഒരു ചോദ്യം ചെവിയിൽ ഞാൻ ശരിക്കും കേൾക്കുകയാണ്. ഞാനെന്താ ചെയ്യേണ്ടത്? ഞാൻ തിരിഞ്ഞു നോക്കി. കാരണം എൻ്റെ തൊട്ട് നിന്നിട്ടേ പറയുന്നത് ഒരു സ്ത്രീ ശബ്ദമാണ്. ഞാൻ നോക്കി, ആരുമില്ല. നീയല്ല വലിയ ഹിപ്നോട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് തന്നെ ഞാൻ കുറേ പറഞ്ഞ് ചുമ്മാ ഇല്ലടാ, അതൊന്നും ഇല്ല, വെറുതെ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞു. പേടിയൊന്നും തോന്നിയില്ല എനിക്ക്. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ടച്ച് ചെയ്തു. ടച്ചിങ്, റിയലി ടച്ചിങ്. ഒരുപാട് ആത്മാക്കളെ ഒഴിപ്പിച്ചിട്ടുള്ളവനാണ് ഇതിന് മുമ്പ്. ഒന്ന് തട്ടി ഒരു ചോദ്യം ചെവിയിൽ ഞാൻ ശരിക്കും കേൾക്കുകയാണ്. ഞാനെന്താ ചെയ്യേണ്ടത്? മനസ്സിലായോ? ഒരു ഹലൂസിനേഷൻ ആണോ അതോ? എനിക്ക് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് അനുഭവമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കിട്ടിയ അനുഭവമാണ്. ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഞാൻ തിരിഞ്ഞു നോക്കി. കാരണം എൻ്റെ തൊട്ട് നിന്നിട്ടേ പറയുന്നത് ഒരു സ്ത്രീ ശബ്ദമാണ്. ഞാൻ നോക്കി, ആരുമില്ല. ഈ പുറത്തുനിന്നെങ്ങാനാണോ ഇതിന് ഞാൻ പുറത്തിറങ്ങി നോക്കി. അവിടെയും ജനൽ പുറത്തേക്ക് അടുത്താണ്, അവിടെയും ഇല്ല. രണ്ടാമത് വന്നിരുന്നു. വെറുതെ ഓരോന്ന് നീയല്ല വലിയ ഹിപ്നോട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എന്നോട് തന്നെ ഞാൻ കുറേ പറഞ്ഞ് ചുമ്മാ ഇല്ലടാ, അതൊന്നും ഇല്ല, വെറുതെ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞിരുന്നു. പേടിയൊന്നും തോന്നിയില്ല എനിക്ക്. ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ടച്ച് ചെയ്തു. ടച്ചിങ്, റിയലി ടച്ചിങ്. പറയേ, ഞാനെന്താ ചെയ്യേണ്ടത്? ടോൺ മാറി. ഞാൻ തിരിഞ്ഞു നോക്കാതെ ഞാൻ പറഞ്ഞു, നേരം വിളിച്ചാവട്ടെ, ഞാൻ കൊണ്ടുവിട്ടേക്കാം. തിരിഞ്ഞു നോക്കിയില്ല, അങ്ങനെ തന്നെ ഇരുന്നു പറഞ്ഞു, നേരം വിളിക്കട്ടെ, ഞാൻ എന്താ ചെയ്തേക്കാം, എന്നെ കൊണ്ടുവിട്ടേക്കാവോ. പിന്നെ എനിക്ക് ടച്ച് ഉണ്ടായില്ല. എന്ത് എക്സ്പ്ലനേഷനാണ് ഞാനിതിന് തരേണ്ടത്? ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്. ഒരുപാട് ആത്മാക്കളെ ഒഴിപ്പിച്ചിട്ടുള്ളവനാണ് ഇതിന് മുമ്പും. ഇതെൻ്റെ ആദ്യത്തെ അനുഭവം ഒന്നുമല്ല, പക്ഷേ ഈ അനുഭവം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ്. ഇതിന് ഞാൻ എന്ത് എക്സ്പ്ലനേഷൻ തരും? ഇത് സയന്റിഫിക്കലി നമുക്ക് ഒരിക്കലും പ്രൂവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. ഹിപ്നോസിസ് എന്ന് പറയുന്ന സംഭവം തന്നെ സ്യൂഡോ സയൻസിലാണ് പെടുത്തിയിരിക്കുന്നത്. കാരണം അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഫീലിംഗ്. ആ ഫീലിംഗ് നിങ്ങളുടെ മനസ്സിൽ വന്ന മാറ്റങ്ങളോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്നല്ലാതെ നിങ്ങൾക്ക് കാണിച്ച് ഒരാളെ കൊണ്ട് പ്രൂവ് ചെയ്ത് തരാൻ പറ്റില്ല. സയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രൂവ് ചെയ്യണം നിങ്ങൾ. അപ്പോൾ ഇങ്ങനെയുള്ള എനർജികളൊക്കെ ഉണ്ട്. ഐ ഡു ബിലീവ് എനർജി ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്, സ്പിരിച്വൽ ഗൈഡ് ഉണ്ട്. എല്ലാ മനുഷ്യന് ചുറ്റും മാസ്റ്റേഴ്സ് ഉണ്ട്. അവൻ്റെ ഏഞ്ചൽസ് എന്ന് വിളിക്കും അവരെ ചിലവർ. നമ്മുടെ ചുറ്റിനുമുണ്ട്, എപ്പോഴും ഉണ്ട്. ഈ സിൽവ മെത്തേഡ് ഞാൻ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, അതിലേക്ക് വരാം നമുക്ക്. സിൽവ മെത്തേഡ് ഞാൻ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യും അത് ഏഞ്ചൽസിനെ, അവരുടെ ചുറ്റിനും. നമ്മുടെ ചുറ്റിനുള്ള ഏഞ്ചൽസിനെ നിങ്ങളുടെ മനസ്സിൻ്റെ ഇതനുസരിച്ച് ചിലപ്പോൾ 1-2 പേരാവാം, ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവാം. അതിൻ്റെ കൂടെ ആത്മാക്കളെയും കാണും. ഈ ആത്മാക്കൾ നമുക്ക് ദോഷമായിട്ടല്ലേ വരുന്നത്? ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? എനർജി. ഈ എനർജി, നല്ല എനർജി, ചീത്ത എനർജി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എല്ലാ എനർജിയും നല്ലതാണ്. അപ്പം എങ്ങനെയാണ് ഇത് ഒരു ദോഷമായിട്ട് ബാധിക്കുന്നത്? ദോഷമായിട്ട് ബാധിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുള്ള രീതി അനുസരിച്ച് ചില ആത്മാക്കൾ എന്താണെങ്കിൽ പ്രതികാരം എന്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടാവും. ഇപ്പോൾ എന്നെ ഒരാൾ കുത്തിക്കൊന്നാണെങ്കിൽ എനിക്ക് അയാളോട് ഭയങ്കരമായ ദേഷ്യമുള്ളൊരു ആത്മാവാണ് ഞാനെന്നുണ്ടെങ്കിൽ എനിക്ക് അയാൾ ഡയറക്റ്റായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആത്മാവിന് ഡയറക്റ്റ് ആരെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ജസ്റ്റ് എൻ എനർജി. യൂണിവേഴ്സ് എന്ന് പറയുന്നത് വലിയൊരു എനർജിയുടെ ചെറിയൊരു അംശം മാത്രമാണ് നിങ്ങളുടെ ആത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിന് നാശമില്ല എന്ന് പറയുന്നത്. പുനർജനനം എന്ന സങ്കല്പമൊക്കെ അതിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അപ്പം ഇതിന് ഒരു മനുഷ്യൻ്റെ, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ഓറ വീക്കായിട്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ കൂടെ കയറാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ആത്മാവ് കയറുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു മകളുണ്ട്. എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്ന അതേ കാര്യം തന്നെ ഞാൻ പറയുന്നത്. അതിൽ എത്രമാത്രം യുക്തിയുണ്ടെന്ന് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാം. എനിക്കൊരു മകൾ, ആ മകളുടെ കല്യാണം നടത്തണം, നല്ലൊരു രീതിയിൽ കല്യാണം നടത്തണം. പക്ഷെ ആ കാലത്തിൽ ഞാനങ്ങ് മരിച്ചുപോയി. എൻ്റെ ഈ ആത്മാവ് വീക്കായിട്ടുള്ള, അവർക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയിലേക്കായിരിക്കും ചിലപ്പോൾ പ്രവേശിക്കുക. ആ മനുഷ്യൻ ഇവരുടെ വീട്ടിൽ വന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അതിനുശേഷം അയാളെ കാണില്ലാരും, അയാൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. ഇത് ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. ഏതോ ഒരു വ്യക്തി നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് എങ്ങനെയോ നിങ്ങളെ സഹായിച്ചിട്ടുണ്ടാവും. അതെ.
പിന്നീട് നിങ്ങൾ ആ വ്യക്തിയെ കാണാണ്ടിരിക്കുകയും ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ ഒരു റിലേഷൻ ഉണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇല്ലേ? ഇപ്പം മനസ്സിലായില്ലേ ആത്മാക്കളുടെ ഇതെങ്ങനെയാന്നുള്ളത്? അതെങ്ങനെയാണ് ഒരു ആത്മാവായിട്ട് വരുന്നത്? അതൊരു മനുഷ്യനായിരിക്കില്ലേ? ആത്മാവല്ല, ഈ എനർജി അയാളുടെ ഓറ വീക്കായിട്ടിരിക്കുന്ന സമയത്ത് അയാളിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആ സമയത്ത് അയാളിലേക്ക് കയറും. അത് ഇന്ന വ്യക്തിനൊന്നുമില്ല, മനസ്സിലായോ? ആരെങ്കിലും വേണമെങ്കിൽ, ഏത് വ്യക്തിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ജോലി ചെയ്തു തരാൻ കഴിവുള്ള ഒരു വ്യക്തി അയാളുടെ ഓറ വീക്കായിട്ടിരിക്കുന്ന സമയത്ത് അയാളിലേക്ക് പ്രവേശിക്കും. എന്നിട്ട് അയാളെ കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നടത്തിച്ച് കഴിയുമ്പോൾ ഇത് പോകും, അതിൻ്റെ പാട് കഴിഞ്ഞു. അത്രേ ഉള്ളൂ അതിൻ്റെ ജോലി. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എവിടുന്നോ വന്നു, എന്തൊക്കെയോ ചെയ്തു തന്നു, എവിടേക്കോ പോയി. ആര്, എന്ത്, എപ്പോൾ നമുക്കറിയില്ല. എത്രയോ തവണ നിങ്ങൾക്ക് അത് അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾക്കൊരു വീഴ്ച വരുമ്പോഴാണ് ഇങ്ങനൊരു വ്യക്തി അവതരിക്കുക. ഇങ്ങനെ വരുന്ന വ്യക്തികൾ മാത്രമല്ല, സ്വന്തമായിട്ടല്ല വരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടത്, അതായത് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു ആത്മാവുണ്ട്, ഒരു ശക്തിയുണ്ട്. ഇറ്റ്സ് 100% ഈ രീതിയിൽ നമുക്ക് പ്രൂവ് ചെയ്യാം. ഇതിനെ നമുക്ക് ഒരു ദൈവമായിട്ട് കണക്കാക്കാൻ കഴിയും. നോക്കൂ, ദൈവം എന്നൊരു സങ്കല്പം, ഞാൻ ഈ ആത്മാക്കളെ വെച്ച് ഞാൻ ഒരുപാട് യാത്രകൾ നടത്തി അവരോടൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ ഗുരു ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ച് ടെസ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ സ്വന്തമായിട്ട് നടത്തി. അപ്പം ഞങ്ങൾ ഈ ആത്മാക്കളെ കൊണ്ടുപോയി ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ദൈവം എന്ന സങ്കല്പം എന്താണ്, ദൈവം എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. ആത്മാക്കളോട് ചോദിച്ചു, ഈ ആത്മാവിനോട് ചോദിച്ചു, മാസ്റ്റേഴ്സിനോട്. നമ്മുടെ മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് ഉയർന്ന തലങ്ങളിലുള്ള ആത്മാക്കളെയാണ് നമ്മൾ മാസ്റ്റേഴ്സായിട്ട് നമ്മൾ കാണുന്നത്. അവർ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞത്, കോടാനുകോടി ജീവികളുണ്ട് ഈ ഭൂമിയിൽ. ഇതിൽ മനുഷ്യനും ഒരു ജീവിയാണ്. ഈ മനുഷ്യന് മാത്രമേ ദൈവമുള്ളൂ, ബാക്കിയൊന്നിനും ദൈവമില്ലായിരുന്നു. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഊഹിക്കാം. അവർ പറഞ്ഞ മറുപടി ഇതാണ്. ഈ ആത്മാക്കൾക്കും പല തലങ്ങളുണ്ട് എന്നാണ്. ആത്മാക്കൾക്ക് പല തലങ്ങളുണ്ട്. ആത്മാവ് എന്തിനാണ് നിങ്ങൾ ജനിക്കുന്നതെന്ന് ചോദിച്ചു. ആ ചോദ്യത്തിന് മാസ്റ്റേഴ്സ് തന്ന ഉത്തരം അറിവ് നേടാൻ. അറിവ് നേടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്കൂളിലും കോളേജിലും പോയിട്ട് ഇപ്പം ഞാനെടുത്തോളം കുറേ ഡിഗ്രികൾ എടുക്കുന്നതല്ല അറിവ്. നിങ്ങൾക്ക് അറിവ്, ജീവിതത്തിൻ്റെ അറിവ് നിങ്ങൾ നേടണം, ജീവിച്ച അനുഭവം നേടിയെടുക്കണം. അതാണ് അറിവ്, മനസ്സിലായോ? ആ അറിവിൽ കൂടെയാണ് നിങ്ങളുടെ തലങ്ങൾ മാറുന്നത്. ചിലർ പറയുന്നു 7 തലങ്ങളിലാണ് ആത്മാക്കൾ നിൽക്കുന്നത്, ചിലർ പറയുന്നു 9 തലങ്ങളിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നു. നമ്മൾ പോവാത്ത കാരണം നമുക്ക് എണ്ണി നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പോയിട്ട് വരുമ്പോൾ ഞാൻ എണ്ണിട്ട് വരാം. ഇപ്പം ഞാൻ പോയിട്ടില്ല. നമ്മളിപ്പോൾ സപ്പോസ് നമ്മൾ 3ാമത്തെ തലത്തിലാണ് നിൽക്കുന്നതെന്ന് കരുതും. നമുക്ക് മാസ്റ്റേഴ്സിനെ പ്രപഞ്ചം നിശ്ചയിച്ചിട്ടുണ്ട്. അത് 4ാമത്തെ തലത്തിൽ നിന്നോ 5ാമത്തെ തലത്തിൽ നിന്നോ ഉള്ള ആൾക്കാരായിരിക്കാം. അവരാണ് നമ്മുടെ മാസ്റ്റേഴ്സ്. ഇവർ നമ്മളെ ഗൈഡ് ചെയ്യും. ഇവർ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ കാര്യങ്ങളിലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. മനസ്സിലായി? നീ ഇന്നത് ചെയ്യേ. നിങ്ങൾ തന്നെ ചിന്തിക്കൂ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ലെഫ്റ്റിലേക്ക് പോകണോ റൈറ്റിലേക്ക് പോകണം. ലെഫ്റ്റിലേക്ക് പോയാൽ പെട്ടെന്ന് എത്താം, റൈറ്റിലേക്ക് പോകാന്നുണ്ടെങ്കിൽ കുറച്ച് വഴിച്ചിട്ടണം. അപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലും ലെഫ്റ്റിലേക്ക് പോകേണ്ട, അവിടെ റോഡ് ബ്ലോക്ക് ഉണ്ടാവും, കണ്ടമാനം ട്രാഫിക് ഉണ്ട്, റൈറ്റിൽ കൂടെ പോകുന്നതാണ് നല്ലത്. എന്നിട്ട് അത് കേൾക്കാണ്ട് നിങ്ങൾ ലെഫ്റ്റിലേക്ക് പോകും. ഈ ഗൈഡൻസൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? നിങ്ങളുടെ മാസ്റ്റേഴ്സ് തരുന്നത് നിങ്ങൾക്ക്. ലെഫ്റ്റിൽ പോകണ്ട, അവിടെ ട്രാഫിക് ബ്ലോക്കാണ്, റൈറ്റിലേക്ക് പോകും, അതിൽ പോയാൽ നിനക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും. അത് നമ്മുടെ ലോജിക്കൽ മൈൻഡ് അല്ലേ? നോക്കൂ, ബ്രെയിൻ എന്ന് പറയുന്നത് 2 ഭാഗമാണ്. ലെഫ്റ്റ് ഹാമിസ്ഫെയർ, റൈറ്റ് ഹാമിസ്ഫെയർ. ഈ ലെഫ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ മൈൻഡാണ്, റൈറ്റ് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റിക് മൈൻഡാണ്, ഇത് ക്രിയേറ്റീവ് മൈൻഡാണ്. നമ്മൾ ഈ സിൽവ മെത്തേഡിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അതാണ്. ഈ ലെഫ്റ്റ് ക്രിയേറ്റീവായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, വളരെ ഫിലോസഫിക്കലായിട്ടൊക്കെ ചിന്തിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എല്ലാത്തിനും ശരിയായ ഒരു ഗൈഡൻസ് കിട്ടില്ല. വേറെ റൈറ്റ് എന്ന് പറഞ്ഞാൽ കണക്റ്റഡ് ടു യൂണിവേഴ്സ് ഇഫ് ഇറ്റ് ഈസ് ആക്ടിവേറ്റഡ്. അതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂണിവേഴ്സുമായിട്ട് കണക്റ്റ് ആവും, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ആക്ച്വലി സിൽവ മെത്തേഡ് പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് ഈ 2 ഇതിൻ്റെ ഇടയിലൊരു ഗ്യാപ്പുണ്ട് ബ്രെയിനിൻ്റെ. നിങ്ങൾക്കറിയാമല്ലോ, അവിടെ നിന്ന് വേണം നമ്മുടെ ചിന്തകൾ പോകാനായിട്ട്. അപ്പോൾ എന്താണ്, ഈ 2 സൈഡിൻ്റെയും ചിന്തകൾ നമുക്ക് കിട്ടി, നമ്മൾ യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡായി.
അപ്പം നമുക്ക് എല്ലാത്തിനും കറക്റ്റായിട്ടൊരു ആൻസർ കിട്ടും, ഗൈഡൻസ് കിട്ടും. ഇപ്പോൾ സിൽവ മെത്തേഡ് പഠിച്ചു പോയിട്ടുള്ള പലരും എന്നോട് ഞാൻ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് കിട്ടുന്നത്. ഇപ്പോൾ കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന ഒരു ലേഡി എന്നോട് പറഞ്ഞത്, ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യാനിരുന്നാൽ നമുക്കൊരു ഐഡിയ ഇല്ലെങ്കിൽ പോലും എങ്ങനെ എഴുതേണ്ടത് ഏതൊക്കെ എഴുതണം എന്നുള്ളത് പടപടപടാതെ നമ്മുടെ മനസ്സിൽ വരുന്നുകൊണ്ട് എഴുതും. 100% ആക്യുറേറ്റ് ആയിട്ട് ചെയ്യാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, അതാണ് നമ്മൾ ഈ സിൽവ മൈൻഡ് കൺട്രോൾ ആൻഡ് ESP എന്നാണ് നമ്മുടെ കോഴ്സ് കൊടുക്കുന്നത്. ESP എക്സ്ട്രാ സെൻസറി പവർ. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്.